പ്രിയമുള്ളവരെ, ജന്മഭൂമി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ലണ്ടനിലുള്ള ലോപ്പസ് അച്ചായ സ്പോൺസർ ചെയ്യുന്ന സമൂഹ വിവാഹമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാൻ വന്ന എല്ലാ വധൂവരന്മാർക്കും ലോപ്പസ് അച്ചായൻ്റെ പേരിലും ഞങ്ങളുടെ ക്ലബിൻ്റെ പേരിലും മംഗളാശംസകൾ നേരുന്നു. മുഹൂർത്ത സമയം അടുത്തതിനാൽ സമൂഹ വിവാഹത്തിൽ പങ്കെടുക്കാനുള്ള വധൂവരന്മാരെ ഈ വേദിയിലോട്ട് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാരും അങ്ങോട്ട് ഇങ്ങനെ പരിചയമില്ല. ചേട്ടാ ഞാനല്ലേ ഇതില് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആള് കെട്ടാൻ പോകുന്നേര്. പരിഗണന 19 വയസ്സുണ്ട്, എനിക്ക് 45 വയസ്സ് കഴിഞ്ഞു. എനിക്കറിയാം പുള്ളിനെ. എന്തുകൊണ്ട് എത്ര നാള് കെട്ടായിരുന്ന? എന്തുപറ്റി വൈകിയത്? മനസ്സിന് ഇണങ്ങിയ ഒരു പെണ്ണിനെ ഇതുവരെ കിട്ടില്ല, അതുകൊണ്ടാ. ഇപ്പൊ കിട്ടിയാ? അല്ല, ഇപ്പോഴും ഇല്ല. പിന്നെന്ത് പെട്ടെന്ന് കല്യാണം? ഞാൻ പെട്ടെന്ന് കെട്ടാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ വീട്ടുകാര് ഒരേ നിർബന്ധം. ഇനിയും ഇങ്ങനെ വീട്ടിൽ നിന്ന് കഴിഞ്ഞാലേ ഇരുന്നിരുന്ന് വേരിറങ്ങി ചതൽപ്പുറ്റി കയറും. അങ്ങനെ ഒരു ഇതുള്ളത് നല്ലതാണ്. എന്റെ ചേട്ടന്മാരെ എനിക്കൊരു ആഗ്രഹം, എന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞ ഒരു സിനിമാ നടിയെ കെട്ടുക എന്നുള്ളതായിരുന്നു. ഓ, നല്ല ആഗ്രഹം. അതാണ്. എന്താ ജോലി? എന്താ ജോലി എന്നാ? ഞാൻ ടൈലിന്റെ പണിക്ക് പോവാ. അത് കറക്റ്റാ. ആണേ, ചേരും. കോമ്പിനേഷൻ ചേരും. ഷൂട്ടിംഗ് ഇല്ലാതപ്പോ പുള്ളിക്കാരത്തേക്ക് മൈക്കാട് പണിക്ക് പോരാ. ഫ്രെയിം കറക്റ്റ് ആയിരിക്കും. അങ്ങനെ പെട്ടെന്ന് വേണം കേട്ടോ, കെട്ട് പെട്ടെന്ന് നടത്തണം നമുക്ക്. ഇത്ര തിരക്ക്? അല്ല, എനിക്ക് തിരക്കുണ്ട്. അത് അതെ, സ്ത്രീധനം വല്ലോ കിട്ടുവോ? എത്ര വയസ്സായി? 47. മൂക്ക് പല്ലു മുളച്ചല്ലോടാ. പല്ലല്ല, പിന്നെ ജലദോഷം കാരണം ഞാൻ വെളുത്തുള്ളി തേച്ചു വെച്ചത്. എന്തായാലും കൊള്ളാം. ഈ പ്രായത്തിൽ ഇനിയിപ്പോ തെക്കോട്ട് പോകാനുള്ള പ്രായമായി. കിട്ടുന്ന ഏതെങ്കിലും കെട്ടി ജീവിക്കാം. നമുക്ക് പെട്ടെന്ന് കെട്ടി നടത്തി പിരിയാൻ, അതാ നല്ലത്. വേറൊരു കാര്യം ഞാൻ കേട്ടായിരുന്നു. ഈ ലോപ്പസ് അച്ചായൻ ലണ്ടനിലുള്ള ആണല്ലോ, നമ്മുടെ മധുവിധു ഒക്കെ ലണ്ടനിലേക്ക് മാറ്റുമെന്നാ പറഞ്ഞു. അങ്ങനെ ഒരു ഓഫർ ഉണ്ട്? പാസ്പോർട്ട് ഉണ്ടോ? അല്ല, എനിക്കില്ല. പിന്നെ അവക്കുണ്ട്. അപ്പൊ പിന്നെ ആ ഓഫർ കളയണ്ടല്ലോ, അവള് പൊക്കോട്ടെ. ശരിയാ. ഹണിമൂണിന് എന്തിനാണോ അതാ കല്യാണം കഴിക്കണം? നമുക്ക് പെട്ടെന്ന് കെട്ടി നടത്താം ചേട്ടാ. പെട്ടെന്ന് കെട്ട് നടത്താൻ പറ്റും. ഇതിനൊരു മുഹൂർത്തമൊക്കെ ഇല്ലേ, ശാന്തിയൊക്കെ വരണം, അപ്പൊ കെട്ട് നടത്താം. അതെ അതെ, എനിക്ക് എത്ര കല്യാണ നല്ല ആലോചനകൾ വന്നതെന്നറിയാം. സന്തോഷം. പക്ഷെ എല്ലാം അങ്ങ് മുടങ്ങിപ്പോയി. ഇതെല്ലാം എങ്ങനെ മുടങ്ങണമെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതെല്ലാം കഴിയുമ്പോ അവര് വീട്ടിൽ ചെന്നിരുന്ന് നല്ലോണം ആലോചിക്കുന്നുണ്ട്. അതാ അത് മുടങ്ങി പോകുന്നത്. അതിലേതാടി നിന്റെ ചെറുക്കൻ? ആ സിംഗത്തിന്റെ മീശ വെച്ചേക്കണേ. കണ്ടിട്ട് കൊരങ്ങിന് മീശ വെച്ച പോലെ ഉണ്ട്. പിന്നെ ഇനിയിപ്പോ ദുൽഖർ സൽമാൻ വന്നെ നോക്കി നിക്ക്, കിട്ടിയതായി. അതെ, ഈ കൂട്ടത്തില് ആരാണ് നിഷ? ആരാണ് നിഷ? ഞാനാണ്. നിഷയ്ക്കൊരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. എന്താ? അത് നിഷേനെ കെട്ടാൻ പോണ ചെക്കൻ എന്ന് പറഞ്ഞാലേ, നിങ്ങൾ വർഷങ്ങളായിട്ട് മൊബൈലിൽ ഇങ്ങനെ ചാറ്റ് ചെയ്യാറില്ലേ? തമിഴ്നാട്ടിലുള്ള ഷിബു. ഷിബു പുറത്തു നിന്നിപ്പുണ്ട്. വിളിക്കട്ടെ? ഷിബു. അറിയുന്നുണ്ടായിരുന്നില്ല ഒന്നും. 28 വർഷം, 28 വർഷത്തെ എൻ്റെ കാത്തിരിപ്പ്. നമ്മുടെ മൊബൈലിലെ ചാറ്റിംഗ് എല്ലാം ഇതിലുണ്ട്, ഒന്നും കളഞ്ഞിട്ടില്ല. ഇനിയിപ്പൊ എന്തിനാ അതൊക്കെ? നമ്മള് കല്യാണം കഴിക്കാൻ പോവല്ലേ. എങ്ങനെ ഡിലേറ്റ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതാ പറയുന്ന പ്രേമത്തിന് ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, സംസ്ഥാനമില്ല, ഒന്നുമില്ല. പക്ഷെ കെട്ട് പെട്ടെന്ന് നടത്താം. ഡിലേ വരുത്തുന്ന ഈ കെട്ട് നമുക്ക് അടിച്ചു പൊളിക്കാം. അടിച്ചു പൊളിക്കാം. എങ്ങനെയാ കാര്യങ്ങൾ? അങ്ങനെ അടിച്ചു പൊളിക്കത്തില്ല, ഞാൻ അടിച്ചു പൊളിക്കും. ഞാൻ അടിച്ചു പൊളിക്കും. അല്ലെങ്കിൽ മൊത്തം ഞാൻ ചവിട്ടി പൊളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെലക്ട് ചെയ്ത പെണ്ണവിടെ, ഞാൻ സെലക്ട് ചെയ്ത പെണ്ണവിടെ. ഹലോ, ഉണ്ടാക്കല്ലേ? എന്താ പ്രശ്നം? നിങ്ങൾ സെലക്ട് ചെയ്ത പെണ്ണ് അവള് വേറെ ഒരുത്തനെ സെലക്ട് ചെയ്ത് അവളെ വഴിക്ക് അങ്ങ് പോയി. അത് ഇവിടുത്തെ ന്യായമാണ്. അമ്മ അമ്മ പാളി പാളി. നിങ്ങൾ അമ്മ നിലവിളക്കം കത്തിച്ച് പുറത്ത് നിൽക്കുവാന്നേ. ഇല്ലെന്ന് നിങ്ങൾ ഊതിയാണ് ചകത്ത് പോ. ഇവിടെ ചെറിയൊരു വകുപ്പുണ്ട്. നിങ്ങൾക്ക് യോഗമില്ല. മരുമോളും അമ്മാവയും തമ്മിൽ അടികൂടാനുള്ള യോഗമില്ല. ഡേയ് വെച്ചാരെ, എനിക്ക് പെണ്ണെ സെലക്ട് ചെയ്ത് തരണം. ഞാൻ ഇവിടെ കാണും. എന്തോ ഈ സെലക്ട് ചെയ്ത് തരുന്നതിനായിട്ട് ഇത് മൊബൈൽ കടയല്ല, ഇത് സമൂഹം നടക്കാൻ പോകുന്ന സ്ഥലമാണ് കേട്ടോ. അത് തന്നെ, അത് തന്നെ. നമുക്ക് കാണാം. സഹോദര, ഞാൻ പറയാം, സഹോദരന് യോഗമുണ്ടെങ്കിൽ സഹോദരന് വേണ്ടിയുള്ള ഒരു പെണ്ണ് എവിടെയെങ്കിലും ജനിച്ചിരിക്കും. 48 വയസ്സായി. ഇന്ന് ജനിച്ചു കഴിഞ്ഞ് വളർന്ന് വരുമ്പോഴത്തേക്ക് 95 വയസ്സ് ഞാൻ ഇത് നിരങ്ങും തിണ്ണയില്. നിങ്ങൾ കെട്ടാണ് തിരക്കാൻ തടവിയാക്ക്. അതെ, ഒരു സമാധാനം തരുമെന്ന് പറഞ്ഞു. ശാന്തി വരട്ടെ എന്ന്. മതി.
ശാന്തി എങ്കിൽ ശാന്തി. വയസ്സ് നോക്കുന്നില്ല, ഒന്നും വേണ്ട. കിളവിയാലും വേണ്ടിയില്ല, എനിക്ക് കെട്ടണം. ശാന്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂജാരി വരട്ടെന്ന് പറഞ്ഞത് കെട്ടി നടന്നത് ശാന്തി വന്നില്ലേ? മുഹൂർത്ത സമയത്തെ കെട്ട് നടത്താൻ പറ്റുള്ളൂ. മുഹൂർത്ത സമയത്ത് പൂജാരി വരും, അന്നേരം കെട്ട് നടത്തും. എന്ന് വിളിക്കും പൂജാരിനെ. ഞങ്ങൾക്ക് ഇച്ചിരി കൂടെ മുല്ലപ്പൂ ഉണ്ടാക്കി തരാം. ഇങ്ങോട്ട് മാർക്ക്. പൂജ പോലെ പറയുന്നത്. അതെ ശാന്തി വരണം. അതെ, വേഗം പരിപാടി നടത്താം. അല്പം താമസമുണ്ട്, പെട്ടെന്ന് ആട്ടെ, കാര്യങ്ങളാട്ടെ. താമസിച്ച മറ്റൊന്നുമല്ല, ഇന്നലെ കുറച്ച് ഭക്ഷണം കഴിച്ചേ, അത് വയറ്റി പിടിച്ചില്ല. എനിക്ക് ലൂസ് മോഷനാണ്. പട്ടി പേ പിടിച്ച പട്ടി നടക്കുക. ഡോക്ടറെ കാണിച്ചു. ഡോക്ടറെ പറഞ്ഞത് വലിയ കട്ടി കൂടിയ വലിയ വാക്കുകളോ ഒന്നും പറയണ്ട, പൂജാ മന്ത്രങ്ങൾ ചൊല്ലണ്ട. അതുപോലെ ശംഖ് പ്രത്യേകിച്ച് ഊതല്ലേ, ഊതിയ പണി കിട്ടുമെന്ന് പറഞ്ഞു. അതുപോലെ പെട്ടെന്ന് എഴുന്നേക്ക, അത് വേണ്ട. അപ്പൊ പെട്ടെന്ന് എങ്ങനെയാലും കാര്യങ്ങൾ നടത്തണം. അതെ, ഇതിന് ഒരു ശമനവും ഇല്ലേ? ശമനമില്ല. വല്ല ഒറ്റമൂലി ഉണ്ടോ? ഒരു ഒറ്റമൂലം ഉണ്ട്. പറയാ. 2 രൂപ മുടക്കണം. മുടക്കാം. 2 10 രൂപ മുടക്കാം. ഒരു 2 രൂപ തൊട്ട് വിഴിഞ്ഞാ മതി. അവിടെ തെക്കാട്ടിരുന്നു. പെട്ടെന്നൊന്ന് കെട്ട് കാര്യം നടക്കട്ടെന്ന് ഇവിടെ കാര്യം ഇവിടെ സാധിക്കണം. ഇരിക്കാനോ? പണിയൊന്നും അടിക്കണ്ട, റിസ്ക് ആണ്. അധികം ട്രെയിൻ എടുക്കണ്ട, മുടക്കണ്ട ഞങ്ങളുടെ കല്യാണം. ഞാനതാ കാര്യം നീട്ടിയിരിക്കുന്നത്. അത് പെട്ടെന്ന് മുഹൂർത്തം ഒന്ന് പെട്ടെന്ന് കെട്ടിക്ക്. ആളുടെ അരച്ച് കയറുന്നു. ഇത് മണ്ണൊലിപ്പ് തടയാനാണേ. പെട്ടെന്ന് ആയിക്കോട്ടെ. അരച്ച് വരുന്നു. 2 രൂപ കൊടുക്കാൻ പാടില്ല ആർക്കെങ്കിലും. ഒഴിവുകൾ നടക്കുന്ന പോലെ ഉണ്ടല്ലോ. ബാക്കി കൈമാറി കൊടുക്കുക. അത് തന്നെ. ഇനിയിപ്പോ കെട്ടിടത്താം. അപ്പൊ പൂ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ? പൂ എല്ലാവർക്കും കിട്ടി. ഇനി ഞാൻ പറയുമ്പോഴത്തേന് അങ്ങ് പൂ എടുത്ത് എറിഞ്ഞോണം കേട്ടോ. എറിഞ്ഞോളുക. കല്യാണം നടത്തിയാൽ പെട്ടെന്ന് വീട്ടിൽ പോകാം. അതെ, കല്യാണം കഴിഞ്ഞായിരുന്നോ? ഇല്ല, കഴിഞ്ഞില്ല. 2 കുട്ടികളുണ്ടായിരിക്കും. തനിക്കല്ലടോ, ഇവിടെ സമൂഹം കഴിഞ്ഞോന്നാ ചോദിച്ചത്. ആകുന്നതേ ഉള്ളൂ. അല്ല, ഒരു ചെറിയ പ്രശ്നമുണ്ട്. നിങ്ങളുടെ കല്യാണ ചെറുക്കന്മാരുടെ ഇടയില് അനി എന്ന് പറഞ്ഞ അനിൽകുമാർ. അല്ല, കല്യാണം ഇപ്പൊ നടക്കും സാറേ. കല്യാണം വന്ന് സ്റ്റേഷനിൽ കൊടുക്കുക. വേറെ പ്രശ്നമൊന്നുമില്ല. ഇത് അവന്റെ എത്രാമത്തെ കല്യാണം അറിയാമോ? അവന്റെ 8ാമത്തെ കല്യാണമാണ്. 7 കല്യാണം നടത്തിയതിന് വിവാഹത്തിട്ട് പിന്നെ അകത്ത് കിടന്നവനാ. പരോളിലിറങ്ങിയ 8ാമത്തെ കല്യാണത്തിന് വന്നിരിക്കുന്നു. സാറേ, ഇതുകൂടി കെട്ടിയിട്ട് വരാം. അപ്പൊ പരോളിന് വരാൻ ഒരു സുഖം ഉണ്ടാവും. നിനക്ക് അവിടെ നടത്തിയതാണോ കല്യാണം? നമ്മളെന്തായാലും രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ നമ്മൾ ലോപ്പസ് സച്ചാന്റെ മുന്നിൽ നാണം കിട്ടു പോയനെ. പക്ഷെ ഇവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഒരു പെണ്ണ് മിച്ചം വരും. അതുകൂടെ ഞാൻ കെട്ടിക്കോളാം. അവൻ കെട്ടട്ടെ. അമ്മ സംഭവത്ത് ഓക്കെ. കത്തിച്ചോ. പെര കത്തിക്കാനല്ല, വിളക്ക് കത്തിച്ചോളാൻ ഞാൻ ഓക്കെ. മാല കൊടുക്കാം. എനിക്ക് നിൽക്കാൻ വയ്യല്ലോ. നിരച്ച് കയറുവാണ്. വേഗം വാട്ട. അപ്പൊ മുഹൂർത്തമായി കാലുകളിലേക്ക് കിടക്കാം. അതിനൊക്കെ സുനി ഫോട്ടോ എടുക്കാം. എല്ലാവരും ഫോട്ടോ എടുക്കും. എന്റെ വേണം അതല്ലേ? ഇങ്ങോട്ട് വാ എല്ലാരും. നടക്കട്ടെ. സമയം പോയി. മുഹൂർത്തമായി. താൻ അരച്ചു കയറുന്നു.
സത്യത്തിൽ ഇവിടെ എന്നാ സംഭവിച്ചത്? അയ്യോ ആള് മാറിപ്പോയി. മാറിപ്പോയോ? അയ്യോ ഒന്നാമത് കല്യാണം നടത്തണം. ഇതല്ല എന്റെ പെണ്ണ്, ഞാൻ കെട്ടായിരുന്ന പെണ്ണ്. വേണ്ട ഇന്ത്യ എവിടെ? ഇതാ ഞാൻ കെട്ടായിരുന്ന പെണ്ണ്. എന്ത് വർത്താനോട് പറഞ്ഞ ആള് മാറിപ്പോയെന്നോ? താൻ കല്യാണം കഴിച്ച പെണ്ണതല്ലേ? ഇവൻ കല്യാണം കഴിച്ച പെണ്ണല്ലേ? തന്റെ ഭാര്യ ഇനി അതാ. നേരത്തെ നോക്കിയെടുക്കണമായിരുന്നു. നോക്കിയെടുത്താൽ നീ ആളെ തട്ടിക്കൊണ്ട് പോയത്. താലി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പെൺകുട്ടി തങ്ങളേതാണ്. അങ്ങനെയാണ് വേണ്ടത് ജീവിതത്തില്. ആണോ? മനസ്സിലായില്ലേ? എന്റെ പൊന്നു ശാന്തി, ഞാൻ പറഞ്ഞ കേക്ക്. ഇതിനെ ഞാൻ നേരത്തെ കെട്ടിയതാന്ന്. 5 വർഷം മുമ്പാണ് ഡൈവോഴ്സ് ആയതാ. ബൂമറാങ്ക് പോലെ വീണ്ടും തിരിച്ചാണ് ഞങ്ങൾക്ക് ചങ്കത്ത് വന്ന് കയറിയേക്കുവാ. അതാ പറയുന്നത്, നമുക്കുള്ള ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ദൈവം വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തന്നെ വരുമെന്ന്. തന്റെ ഇതിലോട്ട് വീണ്ടും വന്ന് അതിപ്പോ എന്നെ കുഴപ്പമില്ലിരിക്കുന്നത്. ഇവിടെ കിട്ടിയത് കൊണ്ട് അങ്ങോട്ട് തൃപ്തിപ്പെടണം കേട്ടോ. ഒരു കാര്യം പറയാം. നമ്മുടെ ലണ്ടനിലെ ലോപ്പസ് ചായ നടത്തിയ സമൂഹ വിവാഹം